അപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി കസേരയ്ക്കായി പിടിവലി തുടരുന്നതിനിടെ ഡൽഹിയിൽ ഇന്ന് നിർണായക ചർച്ചകൾ നടക്കാനിരിക്കുകയാണ്. പദവിക്കായി അവകാശവാദം ഉന്നയിക്കുന്ന വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ ഇവരുമായിട്ട് ഹൈക്കമാൻഡ് ഇന്ന് ചർച്ച നടത്തും. പുലർച്ചെയോടെ കേരള ഹൗസിലെത്തിയ സതീശന് മുദ്രാവാക്യം വിളികളോടെയാണ് വൻ സ്വീകരണം കോൺഗ്രസ് NSU പ്രവർത്തകർ നൽകിയത്. ശരത് ലാൽ നമുക്കൊപ്പം ഡൽഹിയിൽ നിന്നും തത്സമയം ചേർന്നുണ്ട്. ശരത്ത്, ഗുഡ് മോർണിംഗ്. എല്ലാ കണ്ണുകളും ഇന്ന് ഡൽഹിയിലേക്കാണ്. ഹൈക്കമാൻഡിന്റെ തീരുമാനം അറിയാൻ വേണ്ടിയിട്ടാണ്. തലയെണ്ണമൊക്കെ അവിടെ കണക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആർക്കൊക്കെ എത്ര പേരുടെ പിന്തുണ എന്ന കാര്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പിന്തുണ മാത്രം നോക്കിയാൽ പോരാ എന്നൊരു സാഹചര്യമാണ് കേരളത്തിൽ. അങ്ങോളം ഇങ്ങോളം സംസ്ഥാനത്ത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ വി ഡി സതീശൻ അനുകൂല റാലികളും മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളും ഒക്കെയും ഉയരുന്നുണ്ട്. പ്രവർത്തകരുടെയും അതേപോലെ തന്നെ പൊതുജനങ്ങളുടെയും ഭാഗത്തു നിന്നൊക്കെ വൈകാരിക പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതിനെ ഒന്നും കാണാതെ ഒരു തീരുമാനത്തിലേക്ക് ഏകപക്ഷീയമായി പോകാൻ ഹൈക്കമാൻഡിന് കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ടാസ്ക്, അതിൽ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനങ്ങൾ അത് ഏറെ നിർണായകമാകും. ഇന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കണം ശരത് ലാൽ? ഡൽഹിയിൽ നിന്ന് ഒരു പേരിലേക്കൊക്കെ എത്താനുള്ള സാധ്യത എത്രത്തോളമാണ് ഈ ദിവസം? ഗുഡ് മോർണിംഗ് സേതുലക്ഷി. അതുതന്നെയാണ്, ഒരു പേരിലേക്ക് എപ്പോഴെത്തും? ഈ ചോദ്യം കഴിഞ്ഞ 5 ദിവസമായി കേരളത്തിലെ ജനത, അതേപോലെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയ നിർണായകമായ ഒരു ചർച്ചയിലേക്കാണ് ഇന്ന് ഡൽഹി നടക്കുന്നത്. അതായത് 3 പേരെയും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു സമവായം നടക്കുമോ എന്ന കാര്യത്തിലേക്ക് ഒരു ചർച്ച വരുന്നു. ആ ചർച്ചയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി ഇന്ന് പുലർച്ചയോട് കൂടിയാണ് രമേശ് ചെന്നിത്തല, അതേപോലെ സണ്ണി ജോസഫ്, അതേപോലെ തന്നെ RC ഇവരെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം വളരെ പ്രത്യേകത എന്ന് വെച്ചാൽ കേരള ഹൗസിൽ നിന്ന് താമസം മാറ്റിയിരിക്കുന്നു രമേശ് ചെന്നിത്തല എന്നാണ്. അതായത് തൻ്റെ ഓപ്പറേഷന് അല്ലെ തൻ്റെ ചർച്ചകൾ അല്ലെ തൻ്റെ നീക്കങ്ങൾ അത് വി ഡി സതീശൻ അറിയാൻ പാടില്ല. കേരള ഹൗസിലുള്ള തൊട്ടടുത്ത റൂമിലാണെങ്കിൽ കേരള ഹൗസിൽ വി ഡി സതീശൻ അറിയും, അത് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തെടുത്തിരിക്കുന്നു. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു വി ഡി സതീശനും അല്ലെ രമേശ് ചെന്നിത്തല യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നുള്ളതാണ്. താൻ സീനിയറാണ്, തനിക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയേ മതിയാവൂ എന്നുള്ള ഒരു വാശിയിൽ തന്നെ രമേശ് ചെന്നിത്തല. ഏതായാലും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും അതേപോലെ തന്നെ വി ഡി സതീശനും ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ സമവായ ചർച്ചകൾക്ക് എത്തിയിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് സേതുലക്ഷ്മി, ഒരു കേരള ഹൗസിൽ ഇന്നേ വരെ പല ചർച്ചകളും നടന്നിട്ടുണ്ട്. കരുണാകരൻ്റെ കാലത്ത്, ആന്റണിയുടെ കാലത്ത് പല ചർച്ചകൾ, ഉമ്മൻചാണ്ടികൾ നടന്നിട്ടുണ്ട്. നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ പോലും കേരള ഹൗസിൽ തന്നെയായിരുന്നവരെല്ലാവരും താമസം. എന്നാൽ ഇന്ന് അതിന് ഒരു വ്യത്യസ്തം വന്നിരിക്കുന്നു. രമേശ് ചെന്നിത്തല കേരള ഹൗസിൽ നിന്ന് താമസം മാറ്റിയിരിക്കുന്നു. താൻ ആരെയൊക്കെ കാണുന്നു, അല്ലെ തനിക്ക് താൻ എവിടെ പോകുന്നു, അല്ലെ ഇക്കാര്യങ്ങളൊന്നും വി ഡി സതീശൻ അറിയാൻ പാടില്ല. ഇത് തന്നെയാണ് ഈ താമസം മാറ്റലിൻ്റെ പ്രധാന ഘടകം. രമേശ് ചെന്നിത്തല അതുകൊണ്ട് തന്നെ താനൊരു വിട്ടുവീഴ്ചക്കുമില്ല എന്നൊരു നിലപാടിലേക്ക് പോയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അതേ രീതിയിൽ തന്നെ വി ഡി സതീശനാണെങ്കിൽ ജനകീയ പിന്തുണ ദിവസവും ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുലർച്ചയ്ക്ക് ഇവിടെ എത്തിയപ്പോഴും ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളടക്കം നിരവധി യൂത്ത് കോൺഗ്രസ് അടക്കം നിരവധി പേർ കേരള ഹൗസിൽ വി ഡി സതീശനെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തിന് ജനപ്രീതി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. കെ സി വേണുഗോപാലാവട്ടെ സ്വന്തം വീട്ടിലിരുന്നാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ചർച്ചകൾ നിർണായകമാണ് ശ്രീലക്ഷ്മി. അവരുടെ ഒരു സമവായം എത്തിക്കാൻ ഖാർഗെക്ക് കഴിയുമോ, രാഹുൽ ഗാന്ധി കഴിയുമോ എന്നതാണ് നോക്കുന്നത്. ഈ 2 നേതാക്കൾക്കും അല്ലാണ്ട് സോണിയാഗാന്ധിയിലേക്ക് കാര്യങ്ങൾ വിടുമോ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതാണ് ചർച്ചയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ സണ്ണി ജോസഫാണ്. സണ്ണി ജോസഫിനെ സംബന്ധിച്ചോളം അദ്ദേഹം കെ സിയെ പിന്തുണക്കുന്നു, പരസ്യമായ രഹസ്യമാണ്. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് ഒരു വില കൊടുക്കുന്ന രീതിയിലേക്ക് വി ഡി സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല തയ്യാറല്ല എന്നതും ഇപ്പോൾ ഒരു സൂചന തന്നെയാണ്. ഏതായാലും നിലവിൽ KPCC അധ്യക്ഷൻ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചോദിക്കുന്നു എന്ന് മാത്രമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് അല്ലെ സ്വീകരിക്കാൻ രമേശും വി ഡി സതീശനും തയ്യാറല്ല എന്ന് ഒരു പച്ചയായ പരമാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമായും ഹൈക്കമാൻഡിന് മുന്നിലുള്ള കീറാമുട്ടി എങ്ങനെ ഈ പ്രശ്നം സോൾവ് ചെയ്യും എന്നാണ്. 5 ദിവസമായി ഇന്നും വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ അത് കേരളത്തിൽ വി ഡി സതീശന് അനുകൂലമായ തരം വരും എന്നുള്ളത് തന്നെയാണ് ശ്രീലക്ഷ്മി.